ഫ്രണ്ട്സ്, നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കും അസം റൈഫിളിലേക്കൊക്കെ ആയിട്ട് ഇതിലേക്ക് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന 2 കാറ്റഗറി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ടോ, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിൽ നിശ്ചിതമായുള്ള വേക്കൻസികളുണ്ട്. മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എക്സാം എഴുതാന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മളെ കേരളത്തിലൊക്കെ നിശ്ചിതമായുള്ള കേരളത്തിന് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടൊക്കെ വേക്കൻസികളുണ്ട്. അപ്പോൾ ടോട്ടൽ വേക്കൻസി കൂടെ കാണാൻ പറ്റും 25,487 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് 23,467 വേക്കൻസി ഉണ്ട്. ഫീമെയിലിന് 2,020 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അതിലേക്ക് വിവിധ ഫോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വേക്കൻസി ഉണ്ട്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ വേക്കൻസി ഉണ്ട്, സെൻട്രൽ റിസർച്ച് പോലീസ് ഫോഴ്സ് CRPFിൽ വേക്കൻസി ഉണ്ട്, ദെൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയിൽ വേക്കൻസി ഉണ്ട്, ദെൻ ശാസ്ത്ര സീമാബൽ SSBയിൽ വേക്കൻസി ഉണ്ട്, സെക്രട്ടറിയൽ സെക്യൂരിറ്റി ഫോഴ്സ് SSFിൽ വേക്കൻസി ഉണ്ട്, റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി അസം റൈഫിളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അസം റൈഫിളിലേക്ക് റൈഫിൾമാൻ എന്ന് പറയുന്ന തസ്തികയാണ് വിളിച്ചിരിക്കുന്നത് ജനറൽ ഡ്യൂട്ടി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. 1/12/2025 അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആൻഡ് SSF ആൻഡ് റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി ഇൻ അസം റൈഫിൾ എക്സാമിനേഷൻ. ഇത് നമ്മുടെ SSCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1/12/2025 അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1/12/2025 മുതൽ നിങ്ങൾക്ക് ഡിസംബർ 31 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഓൺലൈൻ അപേക്ഷ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അപേക്ഷ ഫീസ് വരും. അതിൽ നിങ്ങൾക്ക് 1/1/2026 വരെ ഫീ അടിക്കാനുള്ള സമയമുണ്ട്. ഇനി നമ്മുടെ അപേക്ഷകൾ തെറ്റില്ലാതെ മാക്സിമം സൂക്ഷ്മതയോട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റും SSC തരുന്നുണ്ട്. ഈ ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 8/1/2026 മുതൽ 10/1/2026 എന്ന് പറയുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് തിരുത്താൻ പറ്റും. അതിന് നിശ്ചിതമായിട്ടുള്ള ഫീ കാര്യങ്ങളൊക്കെ നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതിൽ എക്സാമിനേഷൻ നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും. എക്സാമിനേഷൻ നടക്കുന്ന ഒരൊറ്റ എക്സാം ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഇത്തരം 25,000 വേക്കൻസിയിലേക്ക് വിവിധ ഫോഴ്സിലേക്കാണെങ്കിലും ഒരൊറ്റ എക്സാമാണ് ഉണ്ടാകുക. ഓക്കെ, കോമൺ എക്സാമാണ് ഉണ്ടാകുക. അപ്പോൾ അത് നടക്കുന്നത് ഫെബ്രുവരി ഏപ്രിൽ 2026 ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ എക്സാം ഉണ്ടാകും എന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പോൾ ഞാനിത് പ്രൊഡക്ട്സിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ബുക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കാം, ഇപ്പം തന്നെ വാങ്ങിയിട്ട് നിങ്ങൾ പഠിക്കുക. എക്സാമിനേഷൻ 13 റീജിയണൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ഹിന്ദി കൂടാതെ 13 റീജിയണൽ ലാംഗ്വേജിൽ നടക്കും. അതിൽ മലയാളമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമിഴാണെങ്കിൽ തമിഴിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കയറി കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ഞാൻ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബർ ബട്ടൻ്റെ സമീപത്തായിട്ട് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിനൊരു സപ്പോർട്ടാവും. നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അത് സെയിം തിരിച്ചും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് തിരിച്ചും കിട്ടുന്നതാണ്. എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളും നോട്ടിഫിക്കേഷനും ഒക്കെ നോട്ടീസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മെമ്പേഴ്സ് ഓൺലിയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ വീഡിയോയും മറ്റു രീതിയിലുള്ള വീഡിയോസൊക്കെ നമ്മൾ തുടർന്ന് വരും. മെമ്പേഴ്സ് ഓൺലി ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബെനിഫിറ്റും പാടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സീക്ക് ചെയ്തൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക. ഓൾമോസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ അതിൽ വീണ്ടും കറക്ഷന് നമ്മൾ ആ എമൗണ്ടൊക്കെ പേ ചെയ്യുന്നതിലും ബെറ്റർ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന നല്ലത് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആകാതിരിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനെ കുറിച്ച് വ്യക്തമായി മനസ്സിലായെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷനിൽ എന്താണോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ ടോപ്പിക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വേക്കൻസീസ് ഓഫ് കോൺസ്റ്റബിൾ GD ഇൻ SSF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഫിൽഡ് അപ്പ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. അതായത് ഓൾ ഇന്ത്യ ബേസിൽ അവിടെ ഓരോ സ്റ്റേറ്റിന് ഇത്ര ഈ പറയുന്ന നിശ്ചിത വേക്കൻസി മാറ്റി വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ SSFിലുള്ള വേക്കൻസി ഓൾ ഇന്ത്യ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്.
എന്നാൽ നമ്മുടെ മറ്റു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണെങ്കിൽ അങ്ങനെയല്ല. അത് ഫില്ല് ചെയ്യുന്നത് ഇവിടെ കാണാം. ആസ് പെർ ദ വാക്കൻസീസ് അവൈലബിൾ ഇൻ വാരിയസ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. അതായത് ഓരോ സ്റ്റേറ്റിലും ഓരോ യൂണിയൻ ടെറിട്ടറിയിലും എത്രയാണ് നിശ്ചിതമായിട്ടുള്ള കോട്ട ഉണ്ടാവും, ആ നിശ്ചിത വാക്കൻസികൾ ആ രീതിയിലാണ് അത് ഫില്ലാക്കുക. ഓക്കെ. ഇൻ അഡീഷൻ അത് കൂടാതെ ഈ പറയുന്ന ബോർഡർ ഗാർഡിങ് അതുപോലെ ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ മിലിറ്ററി ഓർ നെക്സൽ എഫക്റ്റഡ് ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും. അതായത് ചില പെർട്ടിക്കുലർ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ബോർഡറുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിലൊക്കെയുള്ള എന്താണ് ജില്ലകളുണ്ടാവും. ഓക്കെ. ഇനി അതല്ലാതെ നെക്സൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ജില്ലകളൊക്കെ ഉണ്ടെങ്കിൽ ആ ജില്ലകളിലുള്ള നിശ്ചിതമുള്ള വേക്കൻസികളുണ്ട്. ആ വേക്കൻസിയിലേക്ക് അതത് ജില്ലയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലുള്ളവർക്കൊന്നും മറ്റു ഈവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരം ഉണ്ടെന്ന് വിചാരിക്കാം. തിരുവനന്തപുരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന കോഴിക്കോടുള്ളവർക്ക് തിരുവനന്തപുരത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അങ്ങനെ ജില്ലകൾ നിലവിൽ വന്നിട്ടില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ജില്ലകൾ വന്നിട്ടില്ല. മുൻപത്തെ നോട്ടിഫിക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഏതൊരു എനിക്ക് തോന്നുന്നു തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു നെക്സൽ എഫക്റ്റഡ് അങ്ങനെ എന്തോ കണ്ടിരുന്നു കേട്ടോ. മുൻപ് എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു മിലിറ്ററി അല്ലെങ്കിൽ നെക്സൽ എഫക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ബോർഡർ ഗാർഡിങ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ഇത് വരുന്നില്ല. ബോർഡർ ഗാർഡിങ് എന്തായാലും നമ്മൾ ഇത് വരുന്നില്ല. മിലിറ്ററി എഫക്റ്റഡോ നെക്സൽ എഫക്റ്റഡോ ആയിട്ട് നമ്മുടെ മറ്റ് ജില്ലകളിലൊന്നും ഇപ്പം ഈ പ്രാവശ്യം നിലവിൽ വേക്കൻസി വന്നിട്ടില്ല. അങ്ങനെ വേക്കൻസി വന്നാൽ അതത് ജില്ലയിലുള്ളവർക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ പേ സ്കെയിൽ ലെവൽ 3 ആണ്. 21,200 മുതൽ 69,100 ഉണ്ടാവും. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വേക്കൻസീസ് ഇവിടെ കാണാം. മെയിലിന് ഇത് BSF മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. 524 വേക്കൻസി, ഫീമെയിലിന് 616 വേക്കൻസി. ദെൻ CISF മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് 13,135 വേക്കൻസി, ഫീമെയിൽസിന് 1,420 വേക്കൻസി. പിന്നെ CRPF 5,366 മെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഉണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 124 വേക്കൻസി. SSBക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 1,764 വേക്കൻസി. ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ല കേട്ടോ SSBയിൽ. പിന്നെ ITBPയിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1,099 വേക്കൻസി, ഫീമെയിൽ 194. ദെൻ അസം റൈഫിളിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1,556 വേക്കൻസി, ഫീമെയിലിന് 180 വേക്കൻസി. പിന്നെ നമ്മൾ പറഞ്ഞ SSF മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ വേക്കൻസി ഉള്ളൂ, 23 വേക്കൻസി ഉള്ളൂ. അങ്ങനെ ഇതാണ് ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളും. ഇതിൽ റിസർവ്ഡ് വേക്കൻസി ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി ഇതിൽ ടോട്ടൽ വേക്കൻസിയുടെ 10% എക്സ് സർവീസ്മാൻ മാറ്റിവെക്കും. അതിൽ ആവശ്യത്തിന് എക്സ് സർവീസ്മാനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള നോൺ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ്, അതായത് മറ്റുള്ള ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അതിലേക്ക് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മളിത് പറഞ്ഞു അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്, ഇത് പറഞ്ഞിട്ടില്ല, ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ. ആസ് ദ വേക്കൻസീസ് ഇൻ CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലുള്ള വേക്കൻസീസ് ഹാവ് ബീൻ നിങ്ങൾക്കൂടെ കാണാം മാർക്ക്ഡ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. Candidates are required to submit a domicile or a permanent residential certificate of the state or union territory indicated by them in the online application form at the time of document verification അല്ലെങ്കിൽ detailed medical examination. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് ഓരോ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കൊക്കെ നിശ്ചിതമായിട്ടുള്ള വാക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് അപ്ലൈ ചെയ്തത്, അപ്പം നമുക്ക് കേരളത്തിലുള്ളവർക്ക് സ്റ്റേറ്റിലുള്ളവർക്ക് കേരളത്തിൽ താമസിക്കുന്നവർക്ക് കേരളത്തിൽ നിശ്ചയമായുള്ള വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആയി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മാറ്റിവെച്ച വേക്കൻസിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തമിഴ്നാട്ടിൽ മാറ്റിവെച്ച വേക്കൻസി തമിഴ്നാട്ടിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് CAPFൻ്റെ വേക്കൻസി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2026 കണക്കാക്കി നിങ്ങൾക്ക് മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 23 കഴിയാനും പാടില്ല. ഓക്കെ. അപ്പോൾ എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി OBC ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, OBC NCL ആണെങ്കിൽ. പിന്നെ എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 10ാം ക്ലാസ് മതി. കണ്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 1/1/2026 കണക്കാക്കി നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഈ 1/1/2026 എന്ന് പറയുന്നതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആണ്. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 1/1/2026 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് നിങ്ങൾ ഓൾറെഡി പാസ്സാണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഏജും ഓക്കെ ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനേ.
ഇനി ഇതിലേക്ക് NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അവർക്ക് NCC C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെ ഒരു 5% ഉണ്ടായിരിക്കും അവർക്ക് മാക്സിമം മാർക്കിൻ്റെ. B ആണെങ്കിൽ 3% എക്സ്ട്രാ കിട്ടും ബോണസ് മാർക്കായിട്ട്. പിന്നെ A ആണെങ്കിൽ 2% കിട്ടും. അപ്പോൾ ആ ആനുകൂല്യങ്ങളൊക്കെ അവർ അതനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് മാർക്ക് ചെയ്ത് നേടുക. അതായത് പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാതെ പിന്നീട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. SSCയുടെ പോർട്ടൽ ഇതാണ് SSCയുടെ പോർട്ടൽ. ഓക്കെ, ഒഫീഷ്യൽ പോർട്ടൽ ഇതാണ്. ഇതുവഴിയാണ് നമ്മൾ ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ. ഇത് എങ്ങനെയാണെന്നുള്ള വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, PSCയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തത് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ മുൻപ് SSCയുടെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പോർട്ടൽ അല്ലാതെ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ SSC എന്ന് അടിച്ചു കൊടുത്താൽ SSCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ OTR ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് SSC നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്യാനാണ്. ഈ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ OTP ഒക്കെ ജനറേറ്റ് ചെയ്ത് നമ്മൾ അതായിട്ട് കണക്ട് ചെയ്യുക, ആധാറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കണക്ട് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലൈവ് ഫോട്ടോ ഒക്കെ എടുക്കണം, പിന്നെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈവൻ നമ്മുടെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഫോട്ടോ SSC പറയുന്ന നിർദ്ദേശപ്രകാരമുള്ളതല്ലെങ്കിൽ പോലും നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവില്ല. അതല്ല നമ്മൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ടില്ല, ആധാറായിട്ട് കണക്ട് ചെയ്തിട്ടില്ല നമ്മുടെ അക്കൗണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളുടെ അപേക്ഷ പെട്ടെന്ന് എന്ത് ചെയ്യും, റിജക്റ്റ് ആയി പോകും. അപ്പോൾ ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആധാർ നമ്പർ ഉള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്യുക, ആധാറും നമ്മുടെ SSC ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമുക്ക് നമ്മളാണെന്ന് വെരിഫൈ ചെയ്യാനൊന്നും യാതൊരു പ്രയാസമില്ല. ഈവൻ എക്സാം ടൈമിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫോ അല്ലെങ്കിൽ അത് റീസെൻറ്റ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ ആധാർ ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിലുള്ള പിശക് കൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റിജക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതിൽ പണ്ടത്തെ പോലെയൊന്നല്ല, ഇപ്പം എല്ലാ നോട്ടിഫിക്കേഷനിലും എന്താണ് ലൈവായിട്ട് ഫോട്ടോ എടുക്കല. പണ്ടൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ്, ഇപ്പോൾ ഇതിൽ ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുക്കണം. ലൈവായി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ലൈറ്റൊക്കെ ഉള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക, അങ്ങനെ ആ സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കുക കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി നമ്മൾ അതിൻ്റെ ഒരു മോഡലൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണം. ഇനി അപേക്ഷ ഫീസ് 100 രൂപ വരുന്നുണ്ട്. അതുപോലെ SC ST PWD എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും ഫീ ഇല്ല. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീയും ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ കൊടുക്കണ്ട കേട്ടോ, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ KKR റീജിയനാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ആലപ്പുഴ മുതൽ കണ്ടോ, ഇത്രയും ജില്ലകളിലായിട്ട് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ തമിഴ്നാടും ഒക്കെ, തമിഴ്നാട്ടിലുള്ള വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ അവർക്കും അവിടെ എക്സാം എഴുതാം. ഇനി സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശരിയായാൽ 2 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരും. അതിൽ 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ദെൻ എലിമെൻ്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. സോറി, ഇവിടെ മാർക്ക് 20 അല്ല കേട്ടോ, ഒക്കെ 40 പറയുന്ന മാർക്ക് 40. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ഓർ ഹിന്ദി പാർട്ട് ഡിയിൽ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. 60 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി ഇതല്ലാത്തൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഓക്കെ, മലയാളത്തിൽ നമുക്ക് 13 റീജിയണൽ ലാംഗ്വേജ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് ആണ് കേട്ടോ. ജനറൽ ഇൻ്റലിജൻസിലെ എന്തൊക്കെയാണ്, മാത്സിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ആണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, PET അല്ലെങ്കിൽ PSTക്ക് വിളിക്കും. PET എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും PST എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമാണ്. അപ്പോൾ അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഓട്ടമാണ് ഉണ്ടായിരിക്കുക, റേസ്. അതിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 24 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ ഓടിയാൽ മതി. ഓക്കെ, പിന്നെ ഈ പറയുന്ന ലഡാക്ക് റീജിയനിലൊക്കെയാണ് അവർക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു എന്താണ് നമ്പറിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ നിശ്ചിത ടൈമിൽ. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ മതി. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്റർ മതി. ഫീമെയിൽ ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളവർക്കും ST കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ബാധകമാവുന്നുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കില്ല.
ഇപ്പം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 5 സെൻറ്റിമീറ്റർ വരണം. ഇനി അതിൽ തന്നെ ST ആണെങ്കിൽ അവർക്ക് 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി, 5 സെൻറ്റിമീറ്റർ എന്താണ് എക്സ്പാൻഷൻ റേറ്റ് എന്തായാലും 5 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ വെയിറ്റ് ഒക്കെ നമ്മൾ ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ട് നിശ്ചിത വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ്, ഓർഗനൈസേഷനിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് കൊടുക്കണം. പ്രയോറിറ്റി നിങ്ങൾ ഏതാണോ 7 പ്രിഫറൻസ് നിങ്ങൾ അവിടെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് കാണിക്കും. അതിൽ എ എന്നിട്ടിട്ട് എൻ്റെ നേരെ എന്താണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഓരോന്നാണ് കാണിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ നിങ്ങൾ ആദ്യം കൊടുക്കണം. ആ ലെറ്ററാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇ എന്ന് പറയുന്ന പൊസിഷനിലാണ് ആദ്യം വേണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ഇ ആണ്, പിന്നെ ബി എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ 7 ഒരു നിശ്ചിതമായുള്ള ഓർഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡറിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അതിലേക്ക് സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ഒരു പ്രയോറിറ്റി നമ്മൾ ഏതിനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ എന്താണ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, 2 സ്റ്റെപ്പാണ്. ഒന്ന് ഓൺലൈൻ 1 ടൈം രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞിട്ട് ഓൾറെഡി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളത് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം SSC ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫോമിൽ എന്തൊക്കെയാണ് വരിക, എങ്ങനെയൊക്കെയാണ് അടുത്ത സ്റ്റെപ്പ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്രീൻഷോട്ട് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെയും സ്ക്രീൻഷോട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനിയും അടിയിലേക്ക് ഇങ്ങനെ പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികവും നമ്മൾ ചില ആളുകൾ സൈൻ ചെയ്യുക വലിയൊരു പേപ്പറിൽ ഇതേപോലെയൊക്കെ സൈൻ ചെയ്താൽ അത് റോങ് ആണ് കേട്ടോ. ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു കറക്റ്റ് ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുണ്ട് നോട്ടിഫിക്കേഷനിൽ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു നിങ്ങൾ എന്ത് ചെയ്യുക 70% അല്ലെങ്കിൽ 80% ഇതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ സൈൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് മാത്രം സ്കാൻ ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ താഴെ തന്നിരിക്കുന്ന രീതിയിൽ സിഗ്നേച്ചർ എന്ത് ചെയ്യരുത്, ഇടരുത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ റോങ് ആണ്. ഇവിടെ അക്സെപ്റ്റ് ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇടട്ടോ. പിന്നെ അതുപോലെ ഫോട്ടോ ആണെങ്കിലും ഈ രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് ലൈവ്. ഓക്കെ, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ റോങ് ആണ്, ഇതൊക്കെ റോങ് ആണ്. അറ്റ്ലീസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ രീതിയിലെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ ഫോട്ടോ. ഓക്കെ, പിന്നെ SC/ST OBCൻ്റെ ഒക്കെ ഫോമിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ മുന്നിൽ നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ലിങ്ക് കൊടുക്കും. അപ്ലൈ ആവുന്നതായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്കാണ് വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിത് SSCയുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ വരിക. ഓക്കെ, SSCയുടെ പോർട്ടലിലേക്ക് വരും. ലോഡിംഗ് ടൈം ഉണ്ടാവും കേട്ടോ. യെസ്, SSCയുടെ പോർട്ടൽ വന്നു. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോഗിൻ ഒരു രജിസ്റ്റർ. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇനി അതെല്ലാം ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ആവുന്ന കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം ഇവിടെ ഓപ്പൺ ആയി വരും. ഓക്കെ, ലോഡിംഗ് ടൈം ഉണ്ടാവും. ഓക്കെ, വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, സോറി, അത് ബാക്ക് തന്നെ പോയോ. ഓക്കെ, ഒന്നുകൂടെ രജിസ്റ്റർ ആവുന്ന കൊടുക്കുക. ആദ്യമായിട്ട് വരികയാണെങ്കിൽ കേട്ടോ. അങ്ങനെ രജിസ്റ്റർ ആവുന്ന കൊടുക്കുന്ന സമയത്ത് ഇതാ പേജ് ലോഡായി ഇങ്ങനെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. യെസ്, ഇതവിടെ കണ്ടോ. ഇവിടെ നമുക്കിതാ 1 ടൈം രജിസ്ട്രേഷനിലുള്ള സ്റ്റെപ്പുകളാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ. ഓക്കെ, വായിക്കുക. എന്നിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും, പേജ് ലോഡാവും. അങ്ങനെ നമ്മൾ ഓരോന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മെമ്പേഴ്സ് ഓൺലി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.